അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വൈറ്റ് ബോർഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നെയ്പ്പത്തിലാണ്. അപ്പോൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ റേഷനരി വേണം, പിന്നെ തേങ്ങ ചിരവിയത് കേട്ടോ, ചെറിയുള്ളി, വലിയ ജീരകം, ഉപ്പ്, ഓയിൽ, ആവശ്യത്തിന് വെള്ളവും വേണം. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നെയ്പ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി കൂടി വേണം കേട്ടോ, റൊട്ടിപ്പൊടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റേഷനരി കുതിർക്കാനിടണം. അപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി അരി കുതിർക്കാനിടുക. വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ അരി കുതിർക്കാനിടുക. അരി കുതിർക്കേണ്ടത് ചൂടുവെള്ളത്തിലാണ്, വിട്ട് തിളക്കേണ്ട ആവശ്യമില്ല. തിള വരുമ്പോൾ ഓഫാക്കി അതിലേക്ക് അരിയിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച അരി രാവിലെ ആകുമ്പോഴത്തേക്ക് കുതിർന്നിട്ടുണ്ടാവും. ആ കുതിർന്ന അരി കഴുകി വാരിയെടുത്ത് ഒരു മിക്സിയുടെ ചാറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ചിരവിയതും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം വലിയുള്ളി ചേർക്കാം. പിന്നെ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് തരിതരിയായിട്ട് അരച്ചെടുക്കുക. ലൂസായി അരക്കരുത്, കുറച്ച് വെള്ളം നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ടാണ് തരിതരിയായിട്ട് ഈ രീതിയിൽ അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. കാരണം നെയ്പ്പത്തിലാകുമ്പോൾ ചെറിയ തരിതരികൾ വേണം. ഇനി നമുക്ക് മാവൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒറോട്ടിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒറോട്ടിപ്പൊടിയും നമ്മൾ റേഷനരി കൊണ്ട് തന്നെ പൊടിച്ചതാണ്. അപ്പോൾ പച്ചരിപ്പൊടി ചേർക്കരുത്, ഒറോട്ടിപ്പൊടി അതായത് പുഴുങ്ങലരി പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കണ്ടോ ഈ രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യുക, മാവ് ടൈറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പരത്തി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ പരത്തുന്നത് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വാഴയിലയിലായിരുന്നു പരത്തിയത്. ഇപ്പം നമ്മൾ ഓയിലിൻ്റെ കവറിലൊക്കെയാണ് നമ്മൾ പരത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ഓയിലിൻ്റെ കവറിലാണ് പരത്തിയെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഈ ഉരുള നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് എന്ത് ചെയ്യുക, പരത്തിയെടുക്കുക. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് നേർങ്ങനെ പരത്തരുത്, ഒരുപാട് കട്ടിയിലും പരത്തരുത്. അപ്പോൾ ആ ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാവണം. നമ്മൾ ഗ്യാസിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം ചൂടായ എണ്ണയിലേക്ക് പരത്തി വെച്ച നെയ്പ്പത്തിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ നെയ്പ്പത്തിലൊന്ന് പൊന്താൻ വെയിറ്റ് ചെയ്യുക. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണയിലേക്ക് ഇട്ടാൽ അത് തന്നെ പൊന്തിക്കോളും. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനി അഥവാ പൊങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അരിപ്പക്കയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ അത് പൊന്തി വന്നോളും. അല്ല, പൊന്തി വന്നാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ നെയ്പ്പത്തിലും ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ചൂടായാൽ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിലേക്ക് മാറ്റുക. പിന്നെ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടുന്ന നെയ്പ്പത്തിലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ലോ ടു മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റുന്നത്. അപ്പോൾ നമ്മളെല്ലാ നെയ്പ്പത്തിലും ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കളറ് ചേഞ്ച് ആകുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊക്കെ ഇവിടെ ഈ ഒരു കളറിലാണ് വേണ്ടത്. ഇത് റേഷനരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളറിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ഒരു അടിപൊളി നെയ്പ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, എന്നും ഉണ്ടാക്കാം. റേഷനരി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.